ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 5.2 ആണ്. +2 മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് എക്സസൈസ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ദ ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ എക്സസൈസ് 1 to 8. അപ്പോൾ ഇതിനകത്ത് 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സൈൻ x² + 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ സൈൻ x² + 5 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഡയറക്റ്റ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അതുപോലെ തന്നെ ഇൻറ്റു എന്താണ് x² ഡെറിവേറ്റീവ് കൂടി കാണുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മൾ ഡിഫറൻസിയേഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ, ഇൻ്റഗ്രേഷനിലും ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ y = x² + 5 എന്ന് എഴുതി കൊടുക്കുക. ആദ്യം ഈ ഒരു ഫംഗ്ഷൻ z എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ z നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ y എന്ന് എഴുതാം. ദെൻ ഡെറിവേറ്റീവ് ഓഫ് z-ന് ഇനി ആരാണ് എക്സിൽ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ എഴുതാം dz/dx = നമുക്കെന്താണ് ഇവിടെ നമ്മുടെ വേരിയബിൾ ആരാ കിടക്കുന്ന y ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? dz/dy ചെയ്യണം. ഇനി y എന്താണ്? y വെറുതെ ഒരു വേരിയബിൾ അല്ല, y ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ഓഫ് അനദർ വേരിയബിൾ x ആണ്. അപ്പോൾ അതും കൂടി കാണണം. ഇൻറ്റു dy/dx കൂടി കാണണം. അപ്പോൾ നമുക്ക് എന്താണ് dz/dx കിട്ടും. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇവിടെ സൈൻ y എന്ന് പറയുന്നത്, അതായത് dz/dy എന്താണ് വരിക? കോസ് y എന്ന് വരും. ദെൻ dy/dx ഇതാണ് y. ദെൻ dy/dx എന്താ വരിക? 2x എന്നാണ് വരിക. അപ്പോൾ 2x. ഇനി എന്താണ് y നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നു? x² + 5. അപ്പോൾ 2x × cos x² + 5. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുക? ഇതിപ്പോൾ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്താണ് ഇതിനെ ഡയറക്റ്റ് നമ്മളൊരു എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് x² + 5. അതങ്ങനെ തന്നെ എഴുതാം. ഇനി എന്താണ്, ഇതൊരു ഫംഗ്ഷൻ അല്ല, അപ്പോൾ അതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2x. ഇതാണ് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് കോസ് ഓഫ് സൈൻ എക്സ് ആണ് വരുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഒരു വേരിയബിൾ ഒന്നുമല്ല, അതൊരു ഫംഗ്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണ് കോസ് ഓഫ് സൈൻ എക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. എക്സിൻ്റെ പൊസിഷനിൽ ആരാണ്? സൈൻ എക്സ് തന്നെ. സൈൻ എക്സ് എന്ന് തന്നെ എഴുതി കൊടുത്തു. ദെൻ ഇൻറ്റു ഇനി എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അതെന്താണ്? അത് കോസ് എക്സ് ആണ്. ഇതാണ് ആൻസർ വരുന്നത്. എന്താണ്? മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അടുത്തത് സൈൻ ax + b. സൈൻ ഓഫ് ax + b. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. സൈൻ ഓഫ് ax + b. ഇതെന്ത് വരും? സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് വരും. എക്സിൻ്റെ പൊസിഷനിൽ അത് എഴുതി കൊടുക്കുക. ദെൻ ഇനി ax + bയുടെ ഡെറിവേറ്റീവ് എക്സിൽ ചെയ്യുമ്പോൾ a വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ a cos ax + b എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് ഓഫ് ടാൻ ഓഫ് √x. നിങ്ങൾക്ക് ഇതിനൊക്കെ 2 പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ എന്താണ് സീക്ക് ഓഫ് ടാൻ ഓഫ് √x ആണ് വരുന്നത്. അപ്പോൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരുന്നത്? അത് നമുക്ക് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ എക്സ് ആരാണ്? സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ടാൻ എക്സ്, ടാൻ √x എന്ന് എഴുതി. ദെൻ ഇനി എന്താ സീക്ക് എക്സ് ടാൻ എക്സ് എന്നല്ലേ പറഞ്ഞപ്പോൾ ടാൻ ഓഫ് എക്സിൻ്റെ പൊസിഷനിൽ ആരാണ്? ടാൻ √x. അപ്പോൾ നമ്മൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ ആരൊക്കെ എത്തുന്നത്? അത് ടാൻ √x ആണ്. അപ്പോൾ ഇനി ടാനിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അതായത് ഇവിടുത്തെ എക്സിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ x² ആണെന്ന് വിചാരിക്കുക, നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നവർ ടാൻ √x-ൻ്റെ ഡെറിവേറ്റീവ് അതെന്ത് വരിക? അത് sec² √x എന്ന് വരും.
കഴിഞ്ഞോ? ഇല്ല. ഇനി റൂട്ട് എക്സ്, ഇവിടെ ഒരു റൂട്ട് എക്സ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഡെറിവേറ്റീവും കൂടി കാണണം. അതൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ കൂടി ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താണ്? എക്സ് റേസ് ടു 1/2 ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ് എന്ന് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുക. ഇതാണ് ആൻസർ വരുന്നത്. എന്താണ്? 1/2 റൂട്ട് എക്സ് ഇൻറ്റു sec of tan root x into tan of tan root x into sec square root x. അടുത്തത് sin ax plus b ഡിവൈഡഡ് ബൈ cos cx plus d. എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിക്കണം. രണ്ട് ഫംഗ്ഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റൂള്? യു വി മൈനസ്, അതായത് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ. നമ്മുടെ ഇവിടുത്തെ യു ആരാണ്? അത് സൈനാണ്. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു, ഇനി എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആണ്. ദെൻ വി എന്ന് പറഞ്ഞാൽ ആരാണ്? കോസ് സി എക്സ് പ്ലസ് ഡി ആണ്. ഇനി എന്താ? മൈനസ് യു ആരാണ്? സൈൻ എ എക്സ് പ്ലസ് ബി ആണ്. പിന്നെ എന്താണ്? വി ഡാഷ്. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? അത് മൈനസ് സൈനാണ്. അപ്പോൾ കോസ് സി എക്സ് പ്ലസ് ഡി എന്ന് വരും. ഞാൻ ഇവിടുത്തെ മൈനസ് എടുത്ത് ഇവിടെ ഇത് പ്ലസ് ആക്കിയിട്ടുണ്ട്. ഇനി ഡിവൈഡ് ബൈ വി സ്ക്വയർ. വി ആരാണ്? കോസ് സി എക്സ്. അപ്പോൾ കോസ് സി എക്സ് പ്ലസ് ഡി. വേണമെങ്കിൽ ഹോൾ സ്ക്വയർ ഇടാം, അല്ലെങ്കിൽ കോസ് സ്ക്വയർ എന്ന് ഇടാം. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? എ. ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം, ഇവിടെ നമ്മൾ വി ഡാഷ് കണ്ടുകൊടുത്ത് എന്താണ് ഇവിടുത്തെ സി എക്സ്, ആ ഒരു സി ഞാൻ ഇട്ടിട്ടില്ല, മറന്നാണ്. അപ്പോൾ എന്താ വരിക? എ കോസ് എ എക്സ് പ്ലസ് എന്താണ് എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി പ്ലസ് സി സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഓഫ് സി എക്സ് പ്ലസ് ഡി. അടുത്തത് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് ഫങ്ഷൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതെന്താണ്? വി ഡാഷ് യു പ്ലസ് യു ഡാഷ് വി. അപ്പോൾ എന്താണ് നമ്മുടെ വി ഡാഷ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 സൈൻ സ്ക്വയർ ആകുമ്പോൾ എന്താണ് വരിക? 2 കൊടുക്കുക സൈനിൻ്റെ. ഇനിയിപ്പോൾ എക്സ് എന്നുള്ളിടത്ത് എന്താണ് വരിക? എക്സ് റേസ് ടു 5 എന്ന് വരും. മീൻസ് എക്സ് റേസ് ടു 5 ഇൻറ്റു എന്താണ്? കോസ് എക്സ് റേസ് ടു 5 വരും. ദെൻ കഴിഞ്ഞിട്ടില്ല, എന്താണ് നമുക്ക് എക്സ് റേസ് ടു 5 എടുക്കുന്നുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 5x റേസ് ടു 4 എന്ന് വരും. സോ നമുക്കതിനെ 10x റേസ് ടു 4 എന്ന് എഴുതാം. നമുക്ക് ആ 2നെ അവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. ജസ്റ്റ് ഇത് വരും 10x റേസ് ടു 4. തീർന്നിട്ടില്ല. ഇനി എന്താണ്? പ്ലസ് ഇല്ല, കഴിഞ്ഞില്ല, ഒരാളും കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കോസ് എക്സ് ക്യൂബ് ഉണ്ട് പ്ലസ് ഇനിയുള്ള എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ വി എന്നുള്ള ഫംഗ്ഷൻ അങ്ങനെ തന്നെ നമുക്ക് ഇനി എഴുതാം. അപ്പോൾ എന്താ? സൈൻ സ്ക്വയർ എക്സ് ടു ദ പവർ 5 ദെൻ ഇൻറ്റു ഇവിടെ ആരാണ്? യു നമ്മുടെ ആരാണ്? കോസ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു 3x സ്ക്വയർ. ഇതാണ് വരിക. ഈ മൈനസ് എന്താണ്? ഇവിടെ ശരിക്കും മൾട്ടിപ്ലിക്കേഷനാണ്. സോ എന്താണ്? അതെടുത്ത് ഇവിടെ ഇട്ട്. അപ്പോൾ എന്താ ആൻസർ വരിക? 10x റേസ് ടു 4 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് മൈനസ് സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5 ഇൻറ്റു സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു 3x സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 റൂട്ട് കോട്ടെക്സ് സ്ക്വയർ. ഇതെങ്ങനെയാണ്? ഇത് സിമ്പിളാണല്ലേ. അപ്പോൾ നമുക്ക് കോട്ട് എന്ന് വെച്ചാൽ റൂട്ട് എക്സിൻ്റെ പൊസിഷനിലാണ് ഇപ്പോൾ കോട്ടെക്സ് സ്ക്വയർ എടുക്കുന്നത്. നമുക്ക് എന്താണ് ഇതിനെ കോട്ട് ഓഫ് എക്സ് ടു ദ പവർ 2 ദ ഹോൾ റേസ് ടു 1/2 എന്ന് അങ്ങനെ വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു 2 ഓൾറെഡി ഉണ്ട്, 2 ഇൻറ്റു 1/2 ഇൻറ്റു എന്താ വരിക? എക്സ് ടു ദ പവർ n-1. അപ്പോൾ -1/2 എന്ന് വരും. അപ്പോൾ റൂട്ട്
നമ്മളെന്താണ് ജസ്റ്റ് അത് താഴെ കിടത്ത് എഴുതിയാൽ മതി. അപ്പോൾ കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇനി എന്താണ്, ഇനി നമുക്ക് കോട്ടിൻ്റെ ഡെറിവേറ്റീവ്. കോട്ടിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് കോസീക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ കോസീക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയർ അല്ല, മീൻസ് ഇവിടുത്തെ എക്സ് ആരാണ്? അത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് വരിക. ദെൻ ഇനി എന്താണ്, ഇനി എക്സ് സ്ക്വയറിനും കൂടി ഉണ്ട്, അത് 2x. നമുക്ക് ഇവിടുത്തെ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. ഇത് ആൻസർ എന്താ വരിക? മൈനസ് 2x ഇൻറ്റു കോസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെന്താണ്? കോസ് ഓഫ് റൂട്ട് എക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് കോസ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? സൈൻ മൈനസ് സൈൻ റൂട്ട് എക്സ് ആണ്. ഇനി റൂട്ട് എക്സിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നേരത്തെ പോലെ x ടു ദ പവർ 1/2 ആണ്. അപ്പോൾ എന്ത് വരും? 1/2 റൂട്ട് എക്സ് എന്ന് വരും. ആണെങ്കിൽ ഇതിനടുത്ത് ഫ്രണ്ടിലേക്ക് എഴുതാം. അതായത് 1/2 റൂട്ട് എക്സ് മൈനസ് സൈൻ റൂട്ട് എക്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഡെറിവേറ്റീവ് കാണാനുണ്ടായിരുന്നേ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റു വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുവെച്ചെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക.